ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പുത്തൻ ഫോൾഡബിൾ ഫോണുകൾ പുറത്തിറക്കി സാംസങ്. ഗാലക്സി അൺപാക്ഡ് ഇവന്റിൽ ഇന്ത്യയുൾപ്പെടെയുള്ള ആഗോള വിപണിയിലാണ് ഫോണുകൾ പുറത്തിറക്കിയത്. ഫ്ളാഗ്ഷിപ്പ് പ്രൊസസറുകൾ, പുതിയ AI പവേർഡ് യൂസർ ഇന്റർഫേസ്, മെച്ചപ്പെട്ട ഹാർഡ്വെയർ എന്നിങ്ങനെ നിരവധി ഫീച്ചറുകളുമായി ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ സാംസങ് നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡബിൾ ഫോണുകൾ പുറത്തിറക്കി. സാംസങ് ഗാലക്സി Z ഫോൾഡ് 7, ഗാലക്സി Z ഫ്ലിപ്പ് 7, ഗാലക്സി Z ഫ്ലിപ്പ് 7 FE എന്നിവയാണ് കമ്പനി ഇന്ത്യയുൾപ്പെടെയുള്ള ആഗോള വിപണിയിൽ പുറത്തിറക്കിയത്. ബുധനാഴ്ച ന്യൂയോർക്കിൽ നടന്ന സാംസങ്ങിന്റെ ഗാലക്സി അൺപാക്ഡ് ഇവന്റിലാണ് 3 ഫോണുകളും പുറത്തിറക്കിയത്. ഫോൾഡബിൾ ഫോണുകൾക്ക് പുറമെ ഒരു സ്മാർട്ട് വാച്ച് സീരീസും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാലക്സി വാച്ച് 8, ഗാലക്സി വാച്ച് 8 ക്ലാസിക് എന്നിവയാണ് ഈ സീരീസിലെ വാച്ചുകൾ. ഗാലക്സി Z ഫോൾഡ് 7 215 ഗ്രാം ഭാരമാണുള്ളത്. ഇതിന്റെ ഭാരം ഗാലക്സി F25 അൾട്രയേക്കാൾ കുറവാണ്. മടക്കുമ്പോൾ 8.9 മില്ലിമീറ്റർ വണ്ണവും തുറക്കുമ്പോൾ 4.2 മില്ലിമീറ്റർ വണ്ണവുമാണ് ഫോണിനുള്ളത്. ഗാലക്സി Z ഫ്ലിപ്പ് 7 4.1 ഇഞ്ച് സൂപ്പർ അമോൾഡ് ഫ്ലെക്സ് വിൻഡോ പാനലാണ് നൽകിയിരിക്കുന്നത്. ഇത് ഗാലക്സി ഫ്ലിപ്പ് ഫോണിലെ ഏറ്റവും വലിയ കവർ പാനലായിരിക്കും. അതേസമയം 7 ഇഞ്ച് മെയിൻ ഡിസ്പ്ലേയും 50 MP ഫ്ലെക്സ് ക്യാമും ഉള്ള വില കുറഞ്ഞ മോഡലാണ് ഗാലക്സി Z ഫ്ലിപ്പ് 7 FE. കുറഞ്ഞ ബജറ്റിൽ തന്നെ ഉപഭോക്താക്കളിലേക്ക് ഫോൾഡബിൾ ഫോൺ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഫോൾഡബിൾ ഫോൺ നിർമ്മിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ റേഞ്ച് റോവറിന് പുതിയ ലോഗോ അവതരിപ്പിക്കുന്നു. 55 വർഷത്തിന് ശേഷമാണ് ലോഗോയിൽ മാറ്റം വരുത്തുന്നത്. റേഞ്ച് റോവർ ബ്രാൻഡിന് പുതിയ ലോഗോ നൽകി ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ ഈ വർഷം അവസാനം ബ്രാൻഡിന്റെ ആദ്യ ഇലക്ട്രിക് മോഡൽ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് ഇത്. ബ്രാൻഡിന്റെ വ്യാപാരമുദ്രയായ മിനിമലിസ്റ്റ് വൈഡ് സെറ്റ് ഫോണ്ടിലുള്ള 2 R അക്ഷരങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ലോഗോ. 1970 ആദ്യ മോഡൽ പുറത്തിറക്കിയതിനു ശേഷം റേഞ്ച് റോവറിനായി രൂപകൽപ്പന ചെയ്യുന്ന ലോഗോ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. എന്നാൽ SUV-കളുടെ മുൻവശത്തും പിൻവശത്തും നിലവിൽ കാണുന്ന ഐക്കണിക് റേഞ്ച് റോവർ ബാഡ്ജിങ്ങിന് പകരമായി പുതിയ ലോഗോ വരില്ലെന്നാണ് JLR അറിയിക്കുന്നത്. ലേബലുകളിലോ ഇവന്റ് സ്ഥലങ്ങളിലോ റേഞ്ച് റോവർ മാർക്കിനായുള്ള ഒരു ചെറിയ ചിഹ്നമായാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്നാണ് കമ്പനി പറയുന്നത്. JLRന്റെ പ്രവർത്തനങ്ങളുടെ അവിഭാജ്യ ഘടകമായി ലാൻഡ് റോവർ തുടരുമെന്നും ആ പേര് കാറുകളിൽ തുടർന്നും ഇടം പിടിക്കുമെന്നും CEO അഡ്രിയാൻ മർഡൽ പറഞ്ഞു. അതേസമയം പുതിയ ലോഗോ എവിടെ ഉപയോഗിക്കുമെന്നത് വ്യക്തമല്ല. മറ്റ് ലാൻഡ് റോവർ മോഡലുകളിൽ നിന്ന് റേഞ്ച് റോവറിനെ വേർതിരിച്ചറിയാൻ ഇത് ഗ്രില്ലിനും ഇന്റീരിയർ അപ്ഹോൾസ്റ്ററിയിലും ഇടം പിടിക്കാനാണ് സാധ്യത. ആദ്യ ഇലക്ട്രിക് വാഹനത്തിൽ ഈ ലോഗോ ആയിരിക്കുമോ ഉണ്ടാവുക എന്നതും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹിരാകാശത്ത് നിന്ന് പ്രവർത്തിക്കാൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് അന്തിമ അനുമതി. ഇൻസ്പേസ് അനുമതിയാണ് സ്റ്റാർലിങ്കിന് ലഭിച്ചത്. 5 വർഷമാണ് കാലാവധി. ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്കിന് അന്തിമ അനുമതി ലഭിച്ചു. ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ അനുമതിയാണ് ഒടുവിൽ സ്റ്റാർലിങ്കിന് ലഭിച്ചത്. ഇനി സ്റ്റാർലിങ്കിന് കേന്ദ്ര സർക്കാർ സ്പെക്ട്രം അനുവദിച്ച് നൽകും. അതിനോടൊപ്പം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സുരക്ഷ, സാങ്കേതിക ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടെന്നും കമ്പനിക്ക് തെളിയിക്കേണ്ടി വരും. വാണിജ്യാടിസ്ഥാനത്തിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിനായുള്ള അനുമതിക്കായി 2022 മുതൽ സ്റ്റാർലിങ്ക് കാത്തിരിക്കുകയായിരുന്നു. സാറ്റ്കോം സേവനം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണാനുമതി ലഭിക്കുന്ന 3ാമത്തെ സേവനദാതാക്കളാണ് സ്റ്റാർലിങ്ക്. വൺവെബിനും റിലയൻസ് ജിയോയുടെ സാറ്റ്കോം വിഭാഗത്തിനുമാണ് നേരത്തെ സമാനമായി അനുമതി ലഭിച്ചത്. എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി 70-ലധികം രാജ്യങ്ങളിൽ നിലവിൽ സ്റ്റാർലിങ്ക് സാറ്റ്കോം സേവനം നൽകുന്നുണ്ട്. ഔദ്യോഗികമായി ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 2 മാസത്തിനുള്ളിൽ വാണിജ്യ സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിമാസ ഡാറ്റ പ്ലാനിന് സ്റ്റാർലിങ്ക് 3000 രൂപ ഈടാക്കുമെന്നാണ് സൂചന. കൂടാതെ സാറ്റലൈറ്റ് ഡിഷ് അടക്കമുള്ള ഹാർഡ്വെയർ കിറ്റ് 33,000 രൂപ ചെലവിൽ വാങ്ങേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആക്സിയം 4 ദൗത്യം പൂർത്തിയായി. അതേസമയം ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെയും തിരിച്ചുവരവ് വൈകും. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ബഹിരാകാശ ദൗത്യം പൂർത്തിയായി. 14 ദിവസത്തെ ദൗത്യത്തിനാണ് ആക്സിയം 4 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിൽ ജൂൺ 26-നാണ് സംഘം നിലയത്തിലെത്തിയത്. ജൂലൈ 9-നാണ് 14 ദിവസം പൂർത്തിയായത്. എന്നാൽ ആക്സിയം 4 ദൗത്യ സംഘം ഭൂമിയിലേക്ക് തിരിക്കാൻ ജൂലൈ 14 വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി നൽകുന്ന സൂചന. അതായത് നേരത്തെ തീരുമാനിച്ചതിൽ കൂടുതൽ ദിവസം ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ ISROയുടെ ഭാഗത്തുനിന്ന് പരസ്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല. നിലയത്തിലെത്തിയതിനു പിന്നാലെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ളവർ വിവിധ ശാസ്ത്ര പരീക്ഷണ ദൗത്യങ്ങൾ ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഇലോൺ മസ്കിന്റെ ഗ്രോക്കിന് വിലക്കേർപ്പെടുത്തി തുർക്കി കോടതി. തുർക്കി പ്രസിഡന്റിനെ അപമാനിച്ചു എന്നാരോപിച്ചാണ് നടപടി. പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനെയും കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് XAI കമ്പനിയുടെ നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ഗ്രോക്കിനെ തുർക്കി കോടതി നിരോധിച്ചു. US കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് XAI. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹിക മാധ്യമമായ എക്സിൽ ചില ഉപയോക്താക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് എർദോഗനെയും അദ്ദേഹത്തിന്റെ പരേതയായ അമ്മയെയും കുറിച്ചുൾപ്പെടെ ഗ്രോക്ക് അശ്ലീല പരാമർശം നടത്തിയത്. ആധുനിക തുർക്കിയുടെ സ്ഥാപകനായ മുസ്തഫ കെമാൽ അത്താതുർക്കിനെതിരെയും മോശം പരാമർശം നടത്തി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോസ്റ്റ് നീക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും എക്സിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.